ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒലേറിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. ഇത് സാരിയുടെ അസറ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്രൈപ്പ് ജോർജറ്റിൽ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന പാറ്റേണിൽ വരുന്ന സാരീസ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ നമ്മൾ കോമൺ കളേഴ്സ് തന്നെയാണ്, പക്ഷേ ഒത്തിരി ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്കി പ്രിന്റ് വരുന്ന ഐറ്റംസ്. മറ്റൊരെണ്ണം എന്ന് പറയുന്നത് നെക്കോട്ട ഫാബ്രിക്കിൽ ഫുൾക്കാരി വർക്ക് വരുന്ന ഐറ്റംസാണ്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തത് ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കായിരുന്നു. ഓഫ് വൈറ്റ് ചെയ്തപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു അതിൻ്റെ കളേഴ്സ് കൊണ്ടുവരാമെന്ന്. നമ്മൾ പ്രാവശ്യം കളേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫ് വൈറ്റ് റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതാണ്. ത്രെഡിൻ്റെ ബുട്ടാസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. സെമി പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണയാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ബ്ലാക്ക് കളറിലേക്കാണ് വരുന്നത്. ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ചുരിദാർ മെറ്റീരിയൽ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്, അതുപോലെ സാരീസിലും ചെയ്തിട്ടുണ്ട്. ബോഡി ഹഗിങ് ആയിട്ടുള്ളൊരു ഫാബ്രിക്, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി ഒരു സ്ലിം ഫിറ്റൊക്കെ കിട്ടുകയും ചെയ്യും. ലെയേഴ്സ് ആയിട്ടോ പ്ലീറ്റ്സ് എടുത്തോ അതുപോലെ സിംഗിൾ ലെയർ ആയിട്ടൊക്കെ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ്. അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാത്തിക് പ്രിൻ്റ് ആണ്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. പല്ലുവിലും ബാത്തിക് പ്രിൻ്റ് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് സെയിം ബ്ലാക്ക് കളർ പ്ലെയിൻ വന്നിട്ട് സ്ലീവിലേക്ക് ഇതുപോലെ ബാത്തിക് പ്രിൻ്റൊക്കെ ആയിട്ട് വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1795. അടുത്ത കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരീസാണ്. ഒത്തിരി ഡിമാൻഡുള്ള കളേഴ്സുമാണ്. ഇതിൽ വന്നിരിക്കുന്ന 3 കളേഴ്സ് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള കളേഴ്സാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ഒരു ഐറ്റമാണ്. ഇതിൽ ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ബാത്തിക് പ്രിൻറ്റും ആയിട്ടാണ് വരുന്നത്. ബോഡി പോർഷനിൽ സ്കാറ്റേഡ് ആയിട്ട് ബാത്തിക് പ്രിൻറ്റ് വരുന്നു. അതുപോലെ ബോർഡേഴ്സിനും ബാത്തിക് പ്രിൻറ്റ് തന്നെയാണ് വരുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ. ബ്ലൗസ് പീസ് സെയിം കളറിലേക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നു. 1795 റേറ്റ് വരുന്നത്. അടുത്തത് ഇതിൻ്റെ തന്നെ ബർഗൻഡി ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം തന്നെയാണ്. ക്രേപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ ബാത്തിക് പ്രിൻറ്റും ആയിട്ട് വരുന്നു. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. ബ്ലൗസ് പീസ് സെയിം കളർ പ്ലെയിൻ സ്ലീവിലേക്ക് വരുന്ന ബാത്തിക് പ്രിൻ്റ് ഉണ്ട്. റേറ്റ് വരുന്നത് 1795. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നെക്കോട്ട ഫാബ്രിക്കിൽ ഫുൾക്കാരി വർക്കുമായിട്ട് വന്നിരിക്കുന്നതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്. അതിൻ്റെ കളേഴ്സാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫുൾക്കാരി വർക്ക്. അത് ഓരോന്നിനും ഡിസൈനിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതിലൊരു റൗണ്ട് ഷേപ്പിലേക്കാണ് ആ ഒരു ഫുൾക്കാരി വർക്ക് വരുന്നത്. ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു വർക്കാണ് വരുന്നത്. ഇതിൻ്റെ ബോർഡേഴ്സിലേക്ക് ചെറിയൊരു ലേസ് വർക്കും വരുന്നു. ആ ഒരു സെയിം വർക്ക് തന്നെയാണ് ഇതിൻ്റെ പല്ലു പോർഷനിലേക്കും വന്നിരിക്കുന്നത്. അതുപോലെ ബ്ലൗസ് പീസും ഫുള്ളി വർക്കോട് കൂടിയിട്ട് തന്നെ വരുന്നു. റേറ്റ് വരുന്നത് 1395. നെക്സ്റ്റ് വൺ ഡാർക്ക് ലാവണ്ടർ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. നെക്കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. സോഫ്റ്റ് ആൻഡ് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. ഫുള്ളായിട്ട് ഈ ഒരു ഫുൾക്കാരി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിലും ആ ഒരു റൗണ്ട് ഷേപ്പിലേക്കാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ബോർഡേഴ്സിലേക്ക് ചെറിയ ലേസ് വർക്ക് വരുന്നുണ്ട് സെയിം കളർ ടോണിൽ തന്നെ. അതിൻ്റെ പല്ലുവും അതുപോലെ ബ്ലൗസ് പീസും എല്ലാം ഫുള്ളി വർക്കോട് കൂടിയിട്ട് സെയിം പാറ്റേണിലാണ് വരുന്നത്. ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ നമുക്ക് പാർട്ടി വെയറൊക്കെ ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. 1395 റേറ്റ് വരുന്നത്. അടുത്തത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ്. ഇത് നെക്കോട്ടയിൽ ഫുൾക്കാരി വർക്ക് തന്നെയാണ്, പക്ഷേ വർക്കിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു ഫ്ലോറൽ പാറ്റേണിലേക്കാണ് ആ ഒരു ഡിസൈൻ, ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഫുൾക്കാരി വർക്കിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറും അതുപോലെ വർക്കും വരുന്നുണ്ട്. ബോർഡേഴ്സിൽ ലേസ് വർക്ക്, അതർവൈസ് ആ ഒരു പാറ്റേൺ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ബ്ലൗസ് പീസും വർക്കോട് കൂടിയിട്ട് വരുന്നു. ഇനി ഫുള്ളി വർക്കുള്ള ബ്ലൗസൊന്നും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്ലെയിൻ കളർ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും പെയർ ചെയ്യാവുന്നതാണ്. 1395 റേറ്റ് വരുന്നത്. അടുത്തതും ബ്ലൂവിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ്. ഇതിലും വർക്കിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ്, പക്ഷേ ഡിസൈനിൽ നമ്മൾ ആദ്യം കണ്ടതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാറ്റേൺ നെക്കോട്ട ഫാബ്രിക്കിൽ ഫുൾക്കാരി വർക്കുമായിട്ടാണ് വരുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നു അതുപോലെ. ബ്ലൗസ് പീസും വർക്കോട് കൂടിയിട്ട് വരുന്നു. 1395 റേറ്റ് വരുന്നത്. അടുത്ത ലാവൻഡർ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ്. സെയിം പാറ്റേൺ ആണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫ്ലോറൽ ഡിസൈൻ്റെ പാറ്റേണിലേക്കാണ് ഇതിലെ ഫുൾക്കാരി വർക്കുകൾ വന്നിരിക്കുന്നത്. ലേസ് വർക്ക് വരുന്നുണ്ട്. പല്ലുവിലും ആ ഒരു സെയിം വർക്കും ലേസും ഒക്കെ ആയിട്ട് വരുന്നു. ബ്ലൗസ് പീസും സെയിം. റേറ്റ് വരുന്നത് 1395. അടുത്തതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ കളറിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡുമാണ്. അതിൻ്റെ കൂടെ ആയിട്ട് ആ ഒരു ഫുള്ളായിട്ട് ഫുൾക്കാരി വർക്കും വരുന്നുണ്ട്. ബോർഡേഴ്സിലേക്ക് ചെറിയ ലേസ് വർക്ക് വരുന്നു. അതും ഗ്രീൻ കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ. ബ്ലൗസ് പീസും വർക്കോട് കൂടിയിട്ട് തന്നെയാണ്. 1395 റേറ്റ് വരുന്നത്. അടുത്ത നമ്മുടെ റീസ്റ്റോക്ക് ഐറ്റാണ്. അതായത് ഇതിൻ്റെ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഹൈ ഡിമാൻഡുള്ളൊരു കളറാണ് ഈ ഓഫ് വൈറ്റ് എന്ന് പറയുന്നത്.
ടെറിക്കോട്ടയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൊണ്ടുവന്നൊരു കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾക്കാരി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലുവിലും സെയിം വർക്കുകൾ തന്നെ വരുന്നു. ലേസ് വർക്കും ഉണ്ട്. ബ്ലൗസ് പീസും ഫുൾക്കാരി വർക്കുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 1395 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഐറ്റംസ് ആണ്. ഇത് നമുക്ക് നല്ല ഭംഗിക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം. വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ബോർഡർലെസ് കൺസെപ്റ്റിൽ വരുന്ന സാരിയാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ വന്നിരിക്കുന്ന ബോഡി പോർഷനിൽ വന്നിരിക്കുന്ന ബുട്ടാസ് ആണ്. ത്രെഡ് കൊണ്ടുള്ള ബുട്ടാസ് വരുന്നു. ഒരു ഡയമണ്ട് ഷേപ്പിലേക്ക് മാംഗോ ബുട്ടാസും ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് കളറിലേക്ക് പല്ലു പോർഷൻ വരുന്നു. പല്ലു ഫുള്ളായിട്ട് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. പല്ലുവിൻ്റെ സെയിം കളറിലേക്കാണ് ബ്ലൗസ് പീസ് വരുന്നത്. സ്ലീവ് എൻഡിലേക്കും ആ ഒരു ത്രെഡിൻ്റെ ബീഡ്സ് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 1455. അടുത്തത് ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. ഒരു പിങ്കിലേക്ക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ്. അതിലൊരു ഫ്ലോറൽ ബുട്ടാസ് ആണ് സ്കാറ്റേഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ബോർഡർലെസ് കൺസെപ്റ്റിലാണ് വരുന്നത്. നമ്മൾ ആദ്യം കണ്ട സാരി കോൺട്രാസ്റ്റ് പല്ലു ആയിരുന്നെങ്കിൽ ഇതിൽ സെയിം കളറിൽ തന്നെ ത്രെഡ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പല്ലു പോർഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. സെയിം കളറിലേക്കാണ് ബ്ലൗസ് പീസ് വരുന്നത്. നമുക്ക് സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. 1455 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന നല്ല കളർ ചാർട്ടുകളാണ്. ഈ ഒരു ബ്രൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പാർട്ടിക്ക് കൊടുത്ത ഫോട്ടോസ് എടുത്താലും ഒക്കെ നല്ല ഭംഗിക്കായിരിക്കും വരിക. ഇതിൽ ത്രെഡിൻ്റെ ബുട്ട തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു ബുട്ടാസാണ് വരുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ പല്ലുവൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് ഫുള്ളായിട്ട് ആ ഒരു വർക്കോട് കൂടിയിട്ട് വരുന്നു. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. സെയിം കളർ പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് വൺ റെഡിഷ് മെറൂൺ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നതാണ്. മെറൂൺ ഷെയ്ഡിലേക്കാണ്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് വരുന്നത്. ബുട്ടാസ് ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബോർഡർലെസ് കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. ബോർഡറിലേക്കും അതുപോലെ ബോഡി പോർഷനിലേക്കും ഈ ഒരു ബുട്ടാസ് വരുന്നുണ്ട്. പല്ലു ഇതിലും സെയിം കളർ ടോണിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്ലെയിൻ ബ്ലൗസ് വരുന്നു. റേറ്റ് വരുന്നത് 1455. അടുത്തത് ബോട്ടിൽ ഗ്രീൻ മെറൂൺ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നതാണ്. ഇതിൽ കോൺട്രാസ്റ്റ് കളറിലേക്കാണ് ആ ഒരു പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ബോഡി പോർഷനിൽ സ്കാറ്റേഡ് ആയിട്ട് ബുട്ടാസ് വരുന്നുണ്ട്. പല്ലു കോൺട്രാസ്റ്റിൽ കളറിൽ നല്ല നല്ല ത്രെഡിൻ്റെ വർക്കുമായിട്ട് വരുന്നു. കോൺട്രാസ്റ്റ് കളറിൽ തന്നെയാണ് ഇതിൽ ബ്ലൗസ് പീസും വരുന്നത്. പ്രൈസ് വരുന്നത് 1455. അടുത്തത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി. ആ ഒരു ബ്ലാക്ക് കളറിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഒരു ബുട്ടാസ് എല്ലാം വരുന്നുണ്ട്. ഒരു ടെമ്പിൾ ഡിസൈൻ ബോർഡറിലേക്ക് ആ ഒരു ബുട്ടാസ് എല്ലാം വരുന്നു. ഇത് ബോഡിയുടെ ലോവർ പോർഷനിലേക്ക് മാത്രമാണ് ബുട്ടാസ് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് കളറിൽ പല്ലു പോർഷൻ വരുന്നു. അതിലും നല്ല റിച്ച് ആയിട്ട് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു കോൺട്രാസ്റ്റ് കളർ ബ്ലൗസൊക്കെ ആയിട്ട് പെയർ ചെയ്യുമ്പോൾ ഈ ബ്ലാക്കിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടും. റേറ്റ് 1455. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും കോൺട്രാസ്റ്റ് കളറിലേക്ക് തന്നെയാണ്. ഒരു പിങ്കിൻ്റെ മെറൂണിൻ്റെ ഒക്കെ കൂടെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു റെയർ ഷെയ്ഡ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറാണ്. ഒരു സ്റ്റാൻഡേർഡ് ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന ഒരു ഇതിലേക്ക് വരുന്നു. ഇതിലും ത്രെഡിൻ്റെ ബുട്ടാസ് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. പല്ലു പോർഷനിലേക്ക് വരുന്നത്. ബ്ലാക്ക് കളർ ബ്ലൗസും വരുന്നു. ബ്ലാക്ക് കളർ ബ്ലൗസ് ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വരികയില്ല. 1455 ആണ് റേറ്റ് വരുന്നത്. വീണ്ടും ബ്ലാക്കിൻ്റെ ബ്യൂട്ടി ആയിട്ട് നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നു. അതിൽ ഫ്ലോറൽ ബുട്ടാസ് ആണ് വന്നിരിക്കുന്നത്. നല്ല നല്ല ഭംഗിയുള്ള ബുട്ടാസ് എല്ലാം വരുന്നുണ്ട്. പല്ലു കോൺട്രാസ്റ്റ് കളറിൽ വന്നിരിക്കുന്നു. ടാസിൽസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പല്ലു പോർഷൻ വരുന്നത്. പല്ലുവിൻ്റെ സെയിം കളറിലേക്ക് ബ്ലൗസ് പീസ്. റേറ്റ് 1455. അടുത്ത കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ പല്ലും സെയിം കളർ ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ബുട്ടാസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഓരോന്നിലും ഓരോ പാറ്റേണിലേക്കാണ് ആ ഒരു ത്രെഡിൻ്റെ ബുട്ട വന്നിരിക്കുന്നത്. ബോർഡർലെസ് കൺസെപ്റ്റിൽ വരുന്ന സാരിയാണ്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. പല്ലുവിലും ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ. 1455 ആണ് റേറ്റ് വരുന്നത്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ്. അതിനോടുകൂടി കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ടോൺ. കുഞ്ഞു കുഞ്ഞ് ത്രെഡിൻ്റെ ബുട്ടാസാണ് വന്നിരിക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള ബുട്ടാസൊന്നും ഇഷ്ടമല്ലാത്ത കസ്റ്റമേഴ്സിന് പറ്റിയ ഒരു ഐറ്റമാണ്. ചെറിയ ആ ഒരു ഫ്ലോറൽ ത്രെഡിൻ്റെ ബുട്ടാസാണ് വന്നിരിക്കുന്നത്. പല്ലു കോൺട്രാസ്റ്റ് കളറിലേക്ക് വരുന്നു. പല്ലുവിനും ഫുള്ളായിട്ട് വർക്കാണ് വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. പല്ലു സെയിം കളറിലേക്ക് ബ്ലൗസ് പീസ് വരുന്നു. 1455 ആണ് റേറ്റ് വരുന്നത്. ഇതിലേത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക് യു.